ആ അത് ഞാൻ അയച്ചോളാം. ശമ്പളം കിട്ടിയിട്ടില്ല. ഇല്ല, ഈ ആഴ്ച എന്തായാലും കിട്ടുമായിരിക്കും. കിട്ടിയ അപ്പം തന്നെ അയക്കട്ടോ. ഓ അല്ല, അത് നാളെ ക്രെഡിറ്റ് ആവുമല്ലോ. ഓൾറെഡി അയച്ചിട്ടുണ്ട്. ഞാൻ വേണം ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വിളിക്കാം. ഓക്കെ. പടച്ച തമ്പുരാനെ, എന്താ ഞാൻ ചെയ്യാ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മലയാളിയാണോ നിങ്ങള്? ആ അതെ. എവിടെയാ? നാട്ടില് കൊണ്ടോട്ടിയാ. കൊണ്ടോട്ടിയാണ്. ആ. എന്തോ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണപ്പോഴേ എന്തോ വിഷമിച്ചിരിക്കാന്ന് തോന്നി, അതാ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നത്. അതൊന്നുമില്ല മോനെ, ഞാൻ നാട്ടില് ആ. ചെറിയ മോളെ കല്യാണം ഉണ്ട്. അപ്പൊ അതിന് കുറച്ച് പൈസന്റെ കുറവുണ്ട്. അപ്പൊ അതിങ്ങനെ കോൾ ചെയ്തുകൊണ്ട് മക്കള് 3 ആൾക്കാരുണ്ട്. ഒരാളാണെന്നുണ്ടെങ്കിൽ ദുബായിലുണ്ട്, രണ്ടാമത്തെ ഒമാനില്, ചെറിയവനാണ് അങ്ങോട്ട് വന്നത് സൗദിയിലേക്ക്. ഓലൊന്ന് വിളിച്ചപ്പോലൊക്കെ ഭയങ്കര തിരക്കില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാൻ പറ്റാത്ത അവസ്ഥയിലായി. 10-30 കൊല്ലമായി ഇവിടെ. നാട്ടിലേക്ക് വിളിച്ച് ഞാൻ കല്യാണത്തിന് വരട്ടെ എന്ന് പെണ്ണുങ്ങളോട് ചോദിച്ചപ്പോൾ പെണ്ണുങ്ങൾ പറയാണ്, നിങ്ങൾ വന്നിട്ട് ഇപ്പം എന്താക്കാറ്? ഹലോ, യാ സൽമാൻ ഹിയർ. Ashraf Maliakal. Yes, that's my brother. Okay, I will come. വിനായകത്തെ കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ മരണമെത്തുന്ന നേരത്തു നിന്റെ അരികിൽ ഇത്തിരി നേരം. നമ്മളവിടെ അവർക്ക് ആവശ്യമില്ല, നമ്മളെ പൈസയാണ് അവർക്ക് ആവശ്യം. എൻ്റെ കുട്ടി അവനാണ്ട് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുക, ഒരു സമ്പാദിക്കുക കേട്ടോ. മുഴുവൻ കുടുംബത്തെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാണ്ടൊക്കെ മാതിരി 10-30 കൊല്ലം ഇവിടെ കഴിയാനേ നേരം ഉണ്ടാവുള്ളൂ. വയസ്സാകുമ്പോഴത്തിന് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പോട്ടെ, നിങ്ങൾ വിഷമിക്കണ്ട. പടച്ചോൻ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കി തരും. ഞാനേ എൻ്റെ നമ്പർ ഞങ്ങൾക്ക് തരാം. ഇതൊന്നും അല്ല, കുറച്ച് പൈസ ഉണ്ട്, അത് വെച്ചോളി. നിങ്ങൾക്കൊന്നും ആവില്ല, എന്നാലും ഇതവിടെ വെച്ചോളി. ഇതിൻ്റെ നമ്പറാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം കേട്ടോ. ഞാൻ പോട്ടെന്നാല്, പഠിച്ചോണ്ടാവും കേട്ടോ. അസ്സലാമു അലൈക്കും. ആ